നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അമ്മയുടെ അടുത്തേക്ക് വരണ്ട. ഇൻഫെക്ഷൻ ഉണ്ടായ കൂടുതൽ പ്രശ്നവും. സത്യന അങ്കിളെ, അങ്കിളെ കണ്ണു തുറക്ക്. മനീഷ എന്റെ കൂടെ ഉണ്ട്. അങ്കിളെ കണ്ണു തുറക്ക്. അങ്കിളെ, 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 അങ്കിളെ കണ്ണു തുറക്ക്. എന്താ അങ്കിൾ? അങ്കിളിന് എന്തോ പറയാനുണ്ടല്ലോ. ഈ വിഷു ശ്യാമിന്റെ സോനയുടെ കൂടെ ആയിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.
ഏതായാലും ഇതൊരു സർപ്രൈസ് വിഷു ആയിരുന്നു അല്ലേ രവിയുടെ? അതെ, ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇനി ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് കൂടാം. ആ പിന്നെ ഒരു ദിവസം 2 പേരെ ഞങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സോന ശ്യാമിനെയും കൂട്ടി വന്നേക്കണം. വരാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. ആന്റി, അപ്പോ ഞാനും ഇറങ്ങാം കേട്ടോ. ഇപ്പൊ പോയാലേ സന്ധിക്കുമ്പോ അനുവിനെ മോനെ വിളിച്ച് വീട്ടിലെത്താൻ പറ്റൂ. ഏട്ടൻ ഇന്ന് ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നൂടെ? അവർക്കതൊരു സന്തോഷാവില്ലേ? ആ വീട്ടുകാരെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അത് മാത്രം ആരും പറയാൻ വേണ്ട. ഇനി ഇന്ദ്രേട്ടൻ വരുമ്പോ അനുചേച്ചി മോനെ കൂടി കൊണ്ടുപോവാ. എനിക്ക് അവരൊന്ന് കാണണമെന്നുണ്ട്. പിന്നെന്താ, കൊണ്ടുവരാം. പറ്റുമെങ്കിൽ ശ്യാം സത്യനൊന്ന് വിളിക്ക്. അവനെ നീ വിളിച്ചാൽ അവന് സന്തോഷമാവും. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി, എന്നാ പോയിട്ട് വരാം. ശരി. പോട്ടെ. എന്താ ഹർഷേ? ആന്റി എന്തായാലും ഇന്ന് ഇവരുടെ കൂടെ നിൽക്കല്ലേ? നല്ലൊരു ബോർഡ് നോക്കി ആ 24 കോടിയുടെ കാര്യം ആന്റി ശ്യാമിനോടൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അതവന്റെ അച്ഛൻ കൂടി വന്നിട്ട് സംസാരിച്ച പോരെ? ശ്യാമിന്റെ ഓർമ്മയിൽ അതൊന്നും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നത്. അതാ ആന്റി ഞാൻ പറയുന്നത്. അവനെ ഓരോ കാര്യങ്ങളായി ഓർമ്മിപ്പിച്ചു തുടങ്ങണം. സോനയുണ്ടല്ലോ, ലക്കി ഡ്രോയുടെ കാര്യം അവള് ശ്യാമിനോട് സംസാരിക്കട്ടെ. അതെ അമ്മേ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ശ്യാമിനെയും സോനയും ഒന്നിപ്പിക്കാൻ പറ്റും. അതുപോലെ അവന് കിട്ടാനുള്ള കോടികളുടെ കാര്യത്തിലും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം. ഓ, ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം. എന്തായാലും ഇത്രയും ആയില്ലേ, ഇനിയിപ്പോ എല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആന്റി. ആ, ആന്റി ഞാൻ വിളിച്ചോളാം. ഓ, അമ്മേ, ഞാനും ഇറങ്ങുക. അനുവിനും മോനെ വിളിച്ചോണ്ട് പോണം. ആ, അല്ല, അമ്മ എന്തൊന്നും പറയാത്തത്? ഓ, ഞാൻ എന്തു പറയാനാ എന്തിരാ? നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പൊ ഒരു അഭിപ്രായവും പറയാറില്ല. ശരി, പോയിട്ട് വരാം. ശരി. ആ, വാ മക്കളെ, വാ. ആ സുശീല എന്തൊക്കെയാണോ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അവർക്ക് ഇതുകൊണ്ട് എന്താ നേട്ടം? അനുപമയുടെ കുടുംബത്തിൽ നിന്നും ഒന്നും വേണ്ടാന്ന് ഇന്ദ്രൻ തീർത്തു പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ അവര് വീണ്ടും ഈ നാടകം കളിച്ച്? ആ സ്ത്രീക്ക് ദയയുടെ അച്ഛനും കുടുംബവും കഷ്ടപ്പെടുന്നത് കണ്ട് രസിക്കണം. രഘുവേട്ടൻ ഒരു കാലത്തും രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് അവരിന്ന് അവിടെ വന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഇന്ദ്രന്റെ പ്ലാനിങ്ങും കൂടി ഉണ്ടെന്നാ. ഭാര്യ വീട്ടുകാരുടെ ഷെയറിന് വേണ്ടി തർക്കിക്കാൻ പോവില്ലെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുകയും വേണം, എന്നാ കിട്ടാനുള്ളത് കിട്ടുകയും വേണം. അതിനു വേണ്ടി ഇന്ദ്രൻ തന്നെ അവന്റെ അമ്മയെ അയച്ചതായിരിക്കണം.